ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 15. മുറിവിൽ മുളക് പുരട്ടുന്ന മോദിയുടെ കുടിലത. ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളും കേരളത്തിലെ ജില്ല പോലെയാണ്. അവിടങ്ങളിൽ സംഭവിക്കുന്ന എല്ലാ അപകടങ്ങളും ദുരന്തങ്ങളും അതിനാലാണ് സംസ്ഥാനത്തെയും പിടിച്ചുലയ്ക്കുന്നത്. ഈ മാസം 12-ന് കുവൈറ്റ് മംഗഫിലെ 6 നില കെട്ടിടത്തിലുണ്ടായ ഭയാനക തീപിടുത്തം ലോകത്തെമ്പാടുമുള്ള മലയാളികളെ സങ്കടത്തിലാഴ്ത്തി. ഏതെങ്കിലും വിദേശ രാജ്യത്തെ ദുരന്തത്തിൽ ഇത്രയേറെ മലയാളികൾക്ക് ജീവൻ നഷ്ടമാകുന്നത് ആദ്യമാണ്. കുവൈത്ത് ജനസംഖ്യയുടെ 21% ഇന്ത്യക്കാരാണ്. അവിടുത്തെ തൊഴിൽ ശക്തിയിൽ 30%. അതിൽ ഏറിയ ഭാഗവും മലയാളികളാണ്. മണലാരണ്യങ്ങളിലെ കടുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് സ്വപ്നങ്ങൾ വിൽക്കാൻ കടൽ കയറിപ്പോയ പലരും ചേതനയറ്റാണ് തിരിച്ചു വന്നത്. അവരുടെ വീടുകളിലെയും അയൽപ്പക്കങ്ങളിലെയും തേങ്ങലുകൾ വേഗം കെട്ടടങ്ങാൻ ഇടയില്ല. മനുഷ്യ മനസാക്ഷിയെ വിറങ്ങലിപ്പിച്ച തീപിടുത്തത്തിൻ്റെ ആഘാതം തിരിച്ചറിഞ്ഞ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യക്ഷമമായാണ് പ്രവർത്തിച്ചത്. അടിയന്തര സഹായം ലഭ്യമാക്കാൻ നോർക്ക റൂട്ട്സ് നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കി. സഹായവും ഇടപെടലും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശമന്ത്രി എസ് ജയശങ്കറെ വിളിച്ചു. തുടർന്നാണ് വിദേശ സഹമന്ത്രിയെ കുവൈറ്റിലേക്ക് വിട്ടത്. അവിടുത്തെ ഭരണ നേതൃത്വവുമായി സംസാരിച്ച് ദുരിതാശ്വാസ നടപടികളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ ഇന്ത്യൻ എംബസിയെ ഉണർത്തി. മാരക പൊള്ളലും ഗുരുതര പരിക്കുമേറ്റ് കഷ്ടത്തിലായ ഒട്ടേറെ മലയാളികളുടെ പരിചരണത്തിനും ചികിത്സയ്ക്കും മൃതദേഹങ്ങൾ ഉടൻ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ത്വരിതമാക്കാനും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവും കുവൈറ്റ് സന്ദർശിക്കാൻ ദുരന്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത അടിയന്തര മന്ത്രിസഭാ യോഗം നിർദ്ദേശിച്ചു. ഇരുവരെയും അങ്ങോട്ട് അയക്കാൻ സർക്കാർ ഔദ്യോഗികമായി തീരുമാനിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച രാവിലെ തന്നെ സംസ്ഥാനം മോദി സർക്കാരിനെ രേഖാമൂലം ബന്ധപ്പെട്ടു. പക്ഷേ അവസാന നിമിഷം വരെ അനുമതി ഉണ്ടായില്ല. ദുരന്തം പൊള്ളിച്ച മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ ഫലപ്രദമായി ഏകോപിപ്പിക്കാൻ തിരിച്ച സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കുള്ള രാഷ്ട്രീയ അനുമതി നിഷേധിച്ചത് ഒരു പതിറ്റാണ്ടായി മോദി സർക്കാർ തുടർന്നു വരുന്ന പകപോക്കൽ സമീപനത്തിൻ്റെ മറ്റൊരു മുഖമാണ്. പ്രകൃതിയുടെ സംഹാരാത്മകത വിതച്ച കെടുതികളിൽ ആവശ്യ സഹായം അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, അധികദാനത്തിൻ്റെ വില പോലും പിഴിഞ്ഞെടുത്തു. ഹെലികോപ്റ്റർ വാടക പിടിച്ചു വാങ്ങി. സംസ്ഥാന പുനർനിർമ്മാണത്തിന് പണം സ്വരൂപിക്കാൻ നിശ്ചയിച്ച മുഖ്യമന്ത്രിയുടെയും 16 മന്ത്രിമാരുടെയും വിദേശയാത്ര വൈര്യനിര്യാതന ബുദ്ധിയോടെ കേന്ദ്രം തടഞ്ഞത് മറക്കാനാകില്ല. മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു അനുമതി. മന്ത്രിമാർക്കുള്ള സമ്മതിപത്രം വൈകിപ്പിച്ചതോടെ യാത്രയുടെ ഉദ്ദേശവും പണത്തിൻ്റെ അടിയന്തര ആവശ്യകതയും സൂചിപ്പിച്ച് ചീഫ് സെക്രട്ടറി വിദേശകാര്യ സെക്രട്ടറിക്ക് കത്തയക്കുക പോലും ഉണ്ടായി. അതുകൂടി കണക്കിലെടുത്ത് നിലപാട് മാറ്റുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും കേന്ദ്രം കണ്ണടച്ചു. ഫെഡറൽ തത്വങ്ങൾ കാറ്റിൽ പറത്തിയുള്ള മോദിയുടെ ആധുനിക സാമ്പത്തിക കോളനിവൽക്കരണത്തിനെതിരെ കേരളത്തിന് പലവട്ടം നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു. ആ അർത്ഥത്തിൽ 13,608 കോടി കടമെടുക്കാൻ സംസ്ഥാനത്തെ അനുവദിക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചത് നിസ്സാരമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി KN ബാലഗോപാലും പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനമന്ത്രിയെ നേരിൽ കണ്ട് അഭ്യർത്ഥിക്കുകയും കത്തുകൾ അയക്കുകയും ചെയ്തിട്ടും അനുഭവപൂർണ്ണ സമീപനമായിരുന്നില്ല. നിയമസഭ ഒറ്റക്കെട്ടായി 2 പ്രാവശ്യം പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധിച്ചിട്ടും മാറ്റമുണ്ടായില്ല. ശേഷമാണ് പരമോന്നത നീതിപീഠത്തെ സമീപിച്ചത്.